ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മിസ്ബ 3 ഈ കൺവെൻഷൻ്റെ സമാപന ദിനത്തിലെ സമാപന ശുശ്രൂഷകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത നിമിഷങ്ങളിൽ സ്നേഹബഹുമാനപ്പെട്ട സേവ്യർ കൺവട്ടായിലച്ചനിലൂടെ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോടും കുടുംബങ്ങളോടും സഭാ സമൂഹങ്ങളോടും ഇടപെടുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭാ മക്കൾക്ക് വേണ്ട പ്രവാചക ധീരതയെക്കുറിച്ചും കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രചോദിതരായി ശക്തിയോടെ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് തിന്മയ്ക്കെതിരെ, പാപത്തിനെതിരെ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാവിധ സംഘടിത ശക്തികൾക്കെതിരെ സംഘടിക്കുവാനും പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും നമ്മൾ ഒന്നിച്ചു നിൽക്കുവാനും ബഹുമാനപ്പെട്ട വട്ടായച്ചനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. അതിശക്തമായ വിധത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെട്ട അനുഗ്രഹത്തിൻ്റെ സമയമായിരുന്നത്. നമുക്ക് ഏറെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. കാലാകാലങ്ങളിൽ സഭയ്ക്കാവശ്യമായ പ്രബോധനങ്ങളും സഭയ്ക്കാവശ്യമായ ദൈവിക ദൂതുകൾ നൽകി സഭ നേരിടുന്ന പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവാചകരെ, തൻ്റെ അഭിഷിക്തരെ, തൻ്റെ അപ്പോസ്തലന്മാരെ എല്ലാം ഉണർത്തിക്കൊണ്ട് സഭയെ കരുതലോടെ നയിച്ചു. നമ്മളായിരിക്കുന്ന ഈ നാളുകളിലും കർത്താവിൻ്റെ സഭ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. സഭയ്ക്ക് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. സഭ ഇന്ന് വളരെയധികം മുറിവേറ്റിരിക്കുകയാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിയോടെ സഭയിലൂടെ വെളിപ്പെടുമ്പോൾ ഈ പ്രതിബന്ധങ്ങളെല്ലാം തകർക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ സഭയുടെ മുൻപിലുള്ള എല്ലാ വെല്ലുവിളികളും അതെല്ലാം നിർവീര്യമായി ചിതറിപ്പോവുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സഭയിൽ ആകമാനം പരിശുദ്ധാത്മാവിൻ്റെ തീ പടരുവാൻ, വിശ്വാസത്തിന് അഗ്നി കത്തുവാൻ ബഹുമാനപ്പെട്ട വന്യവൈദികരും കർത്താവിൻ്റെ സമർപ്പിതരും കർത്താവിൻ്റെ കുടുംബങ്ങളും യുവജനങ്ങളും കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മ അഭിഷേകത്താൽ പൂരിതമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 10-11 തിരുവചനങ്ങളാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുവിൻ. ഇന്ന് പരിശുദ്ധാത്മാവ് സഭാമക്കൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ആലോചനയാണിത്. സാത്താന്റെ കുടില തന്ത്രങ്ങളെ നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും നമ്മുടെ സമുദായത്തെ ദുർബലമാക്കുവാനും കർത്താവിൻ്റെ സഭയെ അവഹേളിക്കുവാനും കർത്താവിൻ്റെ പൗരോഹിത്യത്തെ ദുഷിപ്പിക്കുവാനും പിശാച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തകർക്കുമാറ് ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ദൈവജനം ധരിക്കേണ്ട നാളുകളാണിത്. നമുക്കതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒരു 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സഭയോടും സമുദായത്തോടും ഞങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. നമുക്കൊന്ന് ചേർന്ന് ഈ വരികൾ പാടി പ്രാർത്ഥിച്ച് അല്പസമയം കർത്താവ് നൽകുന്ന ആലോചനകൾക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിലായിരിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ.
തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നോടെ തീയമ്പുകളെ കൊളുത്തിടുന്നു തകർത്തിടുവാൻ. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തകർത്തിടുവാൻ തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ എല്ലാവരും ചേർന്ന് പാടുകേ. കർത്താവേ, കൃപ തരണം, ജ്ഞാനം തരണം, അഭിഷേകം നൽകണം. ഞാൻ തളർന്നിടാതെ. ശത്രു തന്നോടെ തീയമ്പുകളെ കൊളുത്തിടുന്നു. നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, നമ്മുടെ യുവജനങ്ങളെ മലിനപ്പെടുത്തുവാനുള്ള സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും നിർവീര്യമാകട്ടെ. തീയമ്പുകളെ കൊളുത്തിടുന്നു തകർത്തിടുവാൻ. ശത്രു തന്നോടെ തീയമ്പുകളെ കൊളുത്തിടുന്നു. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കൊളുത്തിടുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് അല്പസമയം കൂടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 94 സങ്കീർത്തനം 16 വചനത്തിൽ ഇപ്രകാരം കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? ഇന്ന് ഈ ചോദ്യം സഭാമക്കളായ നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. ആരാണ് എനിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദുഷ്കർമ്മികൾക്കായി, ദുഷ്ടതയ്ക്കെതിരെ ആരാണ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുക? ഈ ചോദ്യം ഇന്ന് നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. ആരെനിക്ക് വേണ്ടി ദുഷ്ടതയ്ക്കെതിരായി, പാപത്തിനെതിരായി, തിന്മകൾക്കെതിരായി ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? ബഹുമാനപ്പെട്ട വട്ടായിലച്ചിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചു. എഴുന്നേൽക്കുക, ദൈവശക്തി വെളിപ്പെടും. ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്, കർത്താവിൻ്റെ മനസ്സാണ് അവിടുന്ന് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. ആരെനിക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, എൻ്റെ പുരോഹിതർക്ക് വേണ്ടി, എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി, എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, എൻ്റെ യുവജനങ്ങൾക്ക് വേണ്ടി ആര് എഴുന്നേൽക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നതാണ് ഈ മിസ്പാത്രി. കർത്താവേ, ഞാൻ റെഡിയാണ്. കർത്താവ് നൽകുന്ന ഈ ചോദ്യത്തോട് യെസ് പറഞ്ഞ് ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ നമ്മൾ എത്ര പേര് ഒരുക്കമാണ് പ്രിയപ്പെട്ടവരെ? എസെക്കിയേൽ പ്രവചനം 33:7 നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എത്ര ശക്തമായ വചനമാണിത്! ഇസ്രായേൽ ഭവനം മുഴുവനും കാവൽക്കാരനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ സഭയുടെ, കർത്താവ് നമ്മൾ ഏൽപ്പിച്ച വിശ്വാസത്തിൻ്റെ, കർത്താവിൻ്റെ വന്യവൈദികരുടെ, കർത്താവിൻ്റെ സമർപ്പിതരുടെ, കർത്താവിൻ്റെ കുടുംബങ്ങളുടെ, കർത്താവിൻ്റെ യുവജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ കാവൽക്കാരായി മാറുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വട്ടാലച്ചൻ പറഞ്ഞു, സഭയുടെ റംഷ പ്രാർത്ഥനയിൽ
സഭ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഇന്നലത്തെ കൺവെൻഷനിൽ ഞാൻ നിങ്ങളത് പങ്കുവച്ചിരുന്നു. എന്താണ് സഭ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ആ പ്രാർത്ഥന വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഏറ്റുപറയാം. എല്ലാവരും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. സഭ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അജഗണത്തിന്റെ തൊഴുത്തിൻ മുറ്റത്തുറങ്ങാത്ത കാവൽക്കാരനായി അങ്ങ് വരണമേ. സഭയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് എന്താണ് സഭാമക്കളായ നമ്മോട് പറയുന്നത്? കർത്താവ് എന്തു തന്നെയാണെങ്കിലും വിശ്വസ്തനാണ്. തൻ്റെ സഭയെ സംരക്ഷിക്കുന്നതിൽ, തൻ്റെ മക്കളെ പരിപാലിക്കുന്നതിൽ, തൻ്റെ ജനത്തോട് വിശ്വസ്തത കാണിക്കുന്നതിൽ കർത്താവിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. എന്നാൽ കർത്താവ് തിരിച്ചൊരു ചോദ്യം നമ്മോട് ചോദിക്കുക. എൻ്റെ അജഗണത്തിൻ്റെ തൊഴുത്തിൻ മുറ്റത്ത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരിയായി മാറുവാൻ നിനക്ക് കഴിയുമോ? ഇന്ന് നമ്മുടെ ചങ്കിലേക്ക് കർത്താവ് നൽകുന്ന ഈ ചോദ്യം ഏറ്റെടുക്കണം. നിനക്കതിൽ ഒരുവളായി മാറുവാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്ന ഇസ്രായേൽ ഭവനം മുഴുവൻ്റെയും കാവൽക്കാരനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സഭയുടെ കാവലാളുകളായി, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരായി, ക്രൈസ്തവ കുടുംബങ്ങളുടെ, യുവജനങ്ങളുടെ, സമർപ്പിത സമൂഹങ്ങളുടെ കാവലാളുകളായി മാറുവാൻ സഭാമക്കളായ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് പ്രവാചക തീഷ്ണത, നമ്മുടെ പ്രൊഫറ്റിക് സീൽ വർദ്ധിക്കണം. നമുക്ക് അതിനുള്ളൊരു പ്രൊഫറ്റിക് പവർ ഉണ്ടാകണം, പ്രൊഫറ്റിക് ഹാർട്ട് ഉണ്ടാകണം, പ്രവാചക ദർശനം, ഒരു പ്രൊഫറ്റിക് വിഷൻ, പ്രൊഫറ്റിക് സൈറ്റ് നമുക്കുണ്ടാകണം. ഈ ഒരു തീഷ്ണതയിലേക്കാണ് കർത്താവിൻ്റെ അരൂപി നമ്മെ വിളിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 11-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ സഭയെ ഓർമ്മിപ്പിക്കുന്നത്? തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇത് സഭാമക്കളായ നമുക്കുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ. പലപ്പോഴും നമ്മൾ ഒരു മന്ദതയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കത്തിലാണ്. നമ്മൾ പലപ്പോഴും സ്ലീപ്പിംഗ് ബിലീവേഴ്സായി, സ്ലീപ്പിംഗ് സോൾജിയേഴ്സായി മാറുകയാണ്, കെയർലെസ് ബിലീവേഴ്സായി മാറുകയാണ്. ഇതാണ് പലപ്പോഴും ശത്രുവിനെ എൻട്രി കിട്ടുവാനുള്ള കാരണം. സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുവാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, നമ്മുടെ യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ പലപ്പോഴും ശത്രുവിന് അവസരം കൊടുക്കുന്നത് നമ്മുടെ ഉറക്കമാണ്, നമ്മുടെ മന്ദതയാണ്, നമ്മുടെ മയക്കമാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്, നമ്മുടെ അജ്ഞാനവും അമിതമായ ആത്മവിശ്വാസവുമാണ്. കർത്താവിൻ്റെ അരൂപി നമ്മോട് പറയാ, നിങ്ങൾ തീഷ്ണതയിൽ കത്തുന്നവരാകണം, ജ്വലിക്കുന്നവരാകണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, ആത്മാവിൽ ഉണർവുള്ളവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക. ഈ ഒരു പ്രൊഫറ്റിക് മിഷൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നാളുകളിൽ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ പ്രവാചക ദൗത്യത്തിൽ ധൈര്യമുണ്ട്. ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ, ഞാൻ അച്ഛനെ കൂടെ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്, ഈ സെഷൻ വളരെ ശക്തമായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മുടെ ഇടപെട്ട മണിക്കൂറുകളായിരുന്നു. സഭാമക്കളായി നമുക്ക് ഈ നാളുകളിൽ വേണ്ടത് ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ, ധീരതയുടെ ആത്മാവാ. പ്രവാചക തീഷ്ണതയിൽ പ്രിയപ്പെട്ടവരെ ധൈര്യമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ഭയപ്പെടുകയാണ്. നമ്മൾ സൊസൈറ്റിയെ ഭയപ്പെടുന്നു, നമ്മൾ മറ്റു പലതിനെയും ഭയപ്പെടുന്നു.
നമ്മുടെ സംവിധാനങ്ങൾ നഷ്ടപ്പെടുമോ? നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ? നമ്മൾ ഒറ്റപ്പെടുമോ? നമ്മളെ പലരും പലതുമായി മുദ്രകുത്തുമോ? നമ്മളെ ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള അനാവശ്യമായ ഭയങ്ങൾ മൂലം പ്രവാചക സാക്ഷ്യം നൽകേണ്ട നമ്മൾ പലപ്പോഴും പിൻവലിയുകയാണ്. എന്തിനാ ഈ പൊല്ലാപ്പിന് പോണത്? എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിവേകം കാണിക്കാനല്ല, പറയേണ്ട സമയത്ത് പറയാനും, സഭാ മക്കൾക്ക് ചേരുന്ന വിധത്തിൽ നമ്മൾ ക്രൈസ്തവ ദർശനത്തോടുകൂടെ തന്നെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനും, പ്രതിരോധിക്കാനും, പ്രതിഷേധിക്കേണ്ട വിധത്തിൽ പ്രതിഷേധിക്കുവാനും, ഒന്നിച്ച് സംഘടിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധീരതയുള്ളവരാകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത എന്താ? അപ്പോസ്തല പ്രവർത്തനം 4:13 വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇപ്രകാരം വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്: പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അധികാരികൾ ഭയപ്പെടുകയാണ്, ജനപ്രമാണികൾ ഭയപ്പെടുകയാണ്. അവർ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടിട്ട്. അവരിൽ ഈ പ്രൊഫറ്റിക് സീൽ ഉണ്ടായിരുന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ ധീരതയുള്ള മനുഷ്യരായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പണം ചെയ്തവരായിരുന്നു. അവിടെ ധൈര്യം കണ്ട് അന്നത്തെ അധികാരികള്, രാഷ്ട്രീയ നേതാക്കള്, സമുദായ നേതാക്കള്, സാമൂഹിക നേതാക്കളൊക്കെ ഭയപ്പെട്ടു. അവർക്കൊരു കാര്യം മനസ്സിലായി: ഇവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരുടെ ധൈര്യം കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും സുഭാഷിത പുസ്തകം 28:1 എന്താ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? സുഭാഷിതം 29:28 ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു, നീതിമാന്മാരാവട്ടെ സിംഹത്തെ പോലെ ധീരരാണ്. ഹല്ലേലൂയ. വ്യക്തമായി പരിശുദ്ധാത്മ പറയാ, കർത്താവിന്റെ ജനം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, അവർ ധീരരാണ്, ധൈര്യശാലികളാണ്. പ്രിയപ്പെട്ടവരെ, ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും. ഭയം നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഭയം നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കും. പരിശുദ്ധാത്മാവ് ഈ സമയം തൻ്റെ ജനത്തോട് പറയുകയാണ്, നമ്മൾ ധീരതയിൽ, ധൈര്യത്തിൽ മുന്നേറേണ്ട സമയം. എന്തിനു വേണ്ടി? വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി. അവിവേകം കാണിക്കാനല്ല, ലോകത്തെ നശിപ്പിക്കാനല്ല, ജനത്തിന് ദ്രോഹം ചെയ്യാനല്ല, തീ വയ്ക്കാനല്ല, കൊള്ളയടിക്കാനല്ല, കൊലപാതകം നടത്താനല്ല, ജനത്തെ ചൂഷണം ചെയ്യാനല്ല. വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾ വിശ്വാസത്തിൽ അടിയുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ പുതുക്കപ്പെടാൻ വേണ്ടി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ധീരതയോടെ മുന്നോട്ട് വരണം, ധൈര്യശാലികളാകണം. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്, കർത്താവിന്റെ ജനം സിംഹത്തെ പോലെ ധീരരാണ്. വെളിപാട് 5 നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, ലയൺ ഓഫ് ജൂദ. നമ്മുടെ കർത്താവ് സിംഹമാണെങ്കിൽ അവന്റെ മക്കളായ നമ്മൾ സിംഹക്കുട്ടികളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സിംഹക്കുട്ടികളാണ് നമ്മൾ. എന്തിനു വേണ്ടി? വിശ്വാസം കാക്കാൻ, സഭയെ കാക്കാൻ, നമ്മുടെ സമർപ്പിതരെ കാക്കാൻ, നമ്മുടെ വന്യ വൈദികരെ. അവർക്ക് വേറെ ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഈ കോവിഡ് കാലത്ത് പല വൈദികരുമായി സംസാരിച്ച് അവർ എന്തോരം മാനസിക പീഡയിലാണെന്നറിയോ. നമുക്ക് ഭാര്യയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, സഹോദരി സഹോദരങ്ങൾ. നമ്മളൊരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും പലവിധ അസ്വസ്ഥതകളും ഭാരങ്ങളും നമ്മളെ വരിഞ്ഞു മുറുക്കുക. കർത്താവിൻ്റെ അഭിഷിക്ത വൈദികരെ ദേവാലയങ്ങളിൽ ഒറ്റയ്ക്ക് നമ്മൾ വരെ അവർക്ക് പ്രാർത്ഥിച്ചൂടെ? ദിവികാരെ എഴുന്നള്ളിച്ചു വെച്ചൂടെ? അവർക്ക് അത് ചെയ്തു. ഇതൊക്കെ ശരിയാണെന്നേ. പക്ഷെ അവരുടെ മാനസിക നൊമ്പരങ്ങളും വേദനകളും മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. കർത്താവിൻ്റെ വൈദികരുടെ കാവൽക്കാരാണ് നമ്മൾ, സമർപ്പിതരുടെ കാവലാളുകളാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വരണം. ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾ ധീരതയുള്ളവരാകണം. അവർ പ്രൊഫറ്റിക് വോയിസ്, പ്രവാചക ശബ്ദത്തോടെ കർത്താവിനും സഭയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവർ. ഈ മിസ്പാ 3 ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മ ഇതാണ് ചെയ്യുന്നത്.
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരുടെ കമൻറ്റുകൾ വായിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വളരെയധികം അവർ പലരും ഹൃദയം തുറന്ന് സ്നേഹവും നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയിലൂടെ അവർക്ക് ലഭിച്ച ചില ബോധ്യങ്ങൾ, അവർക്ക് ലഭിച്ച ചില ചിന്തകൾ, അവർക്കുണ്ടായ ചില അവബോധങ്ങൾ, ഞാൻ അവരെ ഓർത്തെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറേ പേർക്ക് ഒരു അവയർനെസ്, ഒരു അവബോധം കിട്ടുകയാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്. അപ്പോൾ സംഘടിക്കുവാനും ഒന്നിച്ചു വരുവാനും ഒന്നിച്ചു നിൽക്കുവാനും ഒന്നിച്ച് പ്രതിരോധിക്കുവാനും ഒന്നിച്ച് പ്രതിഷേധിക്കുവാനുമുള്ള ഒരു ബലം, ഒരു കരുത്ത്, ധൈര്യം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവാചക തീക്ഷ്ണതയിൽ പ്രധാനമായി നമുക്ക് വേണ്ടത് ധൈര്യമാണ്. കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുവാൻ, അതിനുവേണ്ടി സംസാരിക്കാൻ, പ്രവർത്തിക്കാനുള്ള ധീരത നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 12:4 പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ശക്തമായ വചനമാണിത്. ശരീരത്തെ കൊല്ലുന്ന മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊല്ലാൻ പറ്റും, നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറയാ, നിങ്ങൾ അവരെ ഒന്നും ഭയപ്പെടേണ്ട. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ കുടുംബം താറുമാറാകോ? നമ്മൾ ആക്രമിക്കപ്പെടുമോ? നമ്മളെ നശിപ്പിക്കപ്പെടുമോ? നമ്മളെ ടാഗ് ചെയ്യപ്പെടുമോ? നമ്മളെ ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്ന് ചിന്തിച്ച് ഈ പ്രവാചക ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറി പോകരുത്. ഇത് ശത്രുവിൻ്റെ തന്ത്രമാണ്, അവൻ്റെ തന്ത്രമാണിത്. നമ്മളിത് മനസ്സിലാക്കണം. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചക തീക്ഷ്ണതയിൽ കരുതലും സ്നേഹവുമുണ്ട്. നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കരമായൊരു പെയിൻ, വേദനയുണ്ട്. അതിനെ വീണ്ടെടുക്കുവാൻ, തിരിച്ചു പിടിക്കുവാനുള്ള വ്യഗ്രതയുണ്ട്, ആവേശമുണ്ട്, എരിവുണ്ട്, തീക്ഷ്ണതയുണ്ട്. പട്ടാലച്ചൻ ദാവീദിനെ ഗോലിയാത്തിനെ കുറിച്ച് നമ്മോട് പങ്കുവെച്ചു. ഈ കഴിഞ്ഞ സമയത്ത് ദാവീദിന്റെ മേൽ ശക്തമായ അനോയിന്റിംഗ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകം തീ പോലെ അവനിൽ കത്തി. വചനം പറയുന്നുണ്ട്, സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അവിടെ 17-ാം അധ്യായത്തിൽ ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 17-ാം അധ്യായം 34, 35, 36 വചനങ്ങൾ. ദാവീദ് ഇടയച്ചെറുക്കനാണ്, ആട്ടിടയനാണ്. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ കരടിയോ സിംഹമോ എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ടുപോയ ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതങ്ങ് പോയിക്കോട്ടെ, ബാക്കിയുള്ളതിനെ എങ്ങനെയും സേവ് ചെയ്യാം എന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം നമുക്കുണ്ടാകണം. ആ വ്യക്തി വീണ്ടെടുക്കുവാനുള്ള ഒരു ദാഹമുണ്ടാകണം, നമുക്കതിനുള്ള എരിവുണ്ടാകണം, തീഷ്ണതയുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവിടെ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. കണ്ടു? ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് വേണ്ടത്. നമ്മുടെ പെൺമക്കളെ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ നമുക്കിന്ന് അറിയാം. നമ്മുടെ യുവജനങ്ങളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന സംഘടിത നീക്കങ്ങൾ നമുക്കറിയാം. നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കുന്ന ചില തിന്മയുടെ ശക്തികളെ നമുക്കറിയാം. നമ്മുടെ സമുദായത്തെ ദുർബലമാക്കുന്ന പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇവിടെ എന്താണ് വചനം പറയുന്നത്? ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ദാവീദ് പറയാണ്, ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, ഇതുപോലെ കർത്താവിൻ്റെ അജഗണത്തിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ, ചെന്നായി പിടിച്ചുകൊണ്ടുപോകുമ്പോൾ, കടിച്ചു പറിക്കുമ്പോൾ നമ്മൾ ദയനീയമായി അയ്യോ പാപം എന്ന് പറഞ്ഞ് നോക്കി നിന്ന് വിലപിച്ച് കണ്ണുനീര് ചിന്തി മാത്രം ഇരിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ആ ചെന്നായുടെ പിടിയിൽ നിന്ന്, സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന്, ആ കരടിയുടെ പിടിയിൽ നിന്ന് ആ ആട്ടിൻകുട്ടിയെ നമ്മൾ വീണ്ടെടുക്കുവാൻ, അതിനെ വിമോചിപ്പിക്കുവാനുള്ള ഭയങ്കരമായ ഒരു ബേർഡൻ, ഭാരം നമുക്കുണ്ടാകണം. ഒരു കാരിങ് ഹാർട്ട് നമുക്കുണ്ടാകണം, സ്നേഹം നമുക്കുണ്ടാകണം, തീഷ്ണതയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രൊഫറ്റിക് വിഷൻ നമുക്കുണ്ടാകണം.
ഈ ഒരു ദർശനം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷൻ സമാപന ദിനത്തിൽ നമ്മോട് ആവശ്യപ്പെടും. പലപ്പോഴും നമുക്കിന്ന് ഈ വർഗസ്നേഹം, സമുദായ സ്നേഹം നമുക്ക് വേണ്ടവിധം ഇല്ലാതെ പോകുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാശത്തിനും ഇത് പലപ്പോഴും ശത്രുവിനറിയാം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമ്മളിതിനെ കണ്ടതാണത്. സ്റ്റാൻഡ് ടുഗെദർ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ അത്ഭുതങ്ങൾ സഭയിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തിലും നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിലും പ്രവർത്തിക്കും. അതുകൊണ്ട് നഷ്ടപ്പെടുന്നതിലൊരു പെയിൻ ബഹുമാനപ്പെട്ട വൈദികരെ നിങ്ങൾക്കുണ്ടാകണം, ബഹുമാനപ്പെട്ട സമർപ്പിതരെ നിങ്ങൾക്കുണ്ടാകണം. കർത്താവിൻ്റെ അജഗണത്തിൽ നിന്ന് ഒരു ആട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേദനയുണ്ടാകണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനെ വീണ്ടെടുക്കുവാൻ വഴികളിലോട്ട് വരണം. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. എൻ്റെ ദമ്പതിമാരെ, ഈ പെയിൻ നിങ്ങൾക്കുണ്ടാകണം. യുവജനങ്ങളെ, എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ഈ ഒരു വേദന നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ കുറേയും കൂടി സംഘടിതമായി സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു ചിന്ത നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എഫെസസ്കാർക്ക് ലേഖനം 6:18 ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തീഷ്ണതയോടെ കർത്താവിനെ മനസ്സറിഞ്ഞ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ സഭയെ ശക്തിപ്പെടുത്തുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക, നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുക. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പൗലോസ്ലീഹ പറയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തെ സഭാമക്കളായ നമ്മോട് പറയാം, നമുക്കൊരു പ്രൊഫറ്റിക് സീൽ ഉണ്ടാകണം, പ്രവാചക തീഷ്ണതയുണ്ടാകണം, പ്രവാചക ധൈര്യം ഉണ്ടാകണം. ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രവാചക സാക്ഷ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ധീരതയോടെ കർത്താവിനായി പ്രവാചക സാക്ഷ്യം നൽകണം. നമുക്ക് അങ്ങനത്തെ ഒരു വിഷൻ, ഒരു പ്രൊഫറ്റിക് സൈറ്റ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഇപ്രകാരം സഭ മക്കളോട് പറഞ്ഞു. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? സഭയ്ക്ക് ഒരു നിത്യ പെന്തക്കുസ്തയാണ് വേണ്ടത്. അവൾക്ക് ഹൃദയത്തിൽ അഗ്നി വേണം, അധരത്തിൽ വചനം വേണം, പ്രവാചകമായ ഒരു ദർശനം വേണം. മാർപ്പാപ്പയുടെ വാക്കുകൾ, ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ഇത് കർത്താവിൻ്റെ സഭയ്ക്കുള്ള പ്രവചന ദൂതാണിത്. ഒരു പ്രൊഫറ്റിക് വേർഡാ, ഇതൊരു പ്രൊഫസിയാണ് പ്രിയപ്പെട്ടവരെ. സഭയ്ക്കിന്ന് വേണ്ടത് നിത്യമായ പെന്തക്കോസ്തയാണ്. അപ്പോൾ 6-ാമൻ മാർപ്പാപ്പ പറയാണ്, അവളുടെ ഹൃദയത്തിൽ അഗ്നി വേണം, സഭയുടെ ഹൃദയത്തിൽ തീ വേണം. ഇത് സഭാമക്കൾക്ക് വേണ്ട കാര്യമാണിത്. നമ്മുടെ ഈ ഹൃദയത്തിൽ ഇത് കർത്താവിൻ്റെ യാഗപീഠമാണ്. ഇവിടെ തീ കെട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. അവളുടെ അധരത്തിൽ വചനം വേണം. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്, പ്രവാചക വചനമാണ്. അവളുടെ കണ്ണുകളിൽ പ്രവാചക ദർശനമുണ്ടാകണം. അപ്പൊ സഭാമക്കൾ ഈ കാലഘട്ടത്തിൽ പ്രവാചക തീഷ്ണതയിൽ വർദ്ധിക്കുന്ന ഇത് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായം നശിച്ചു പോകും, സഭ തളർന്നു പോകും, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകും, നമ്മുടെ യുവജനങ്ങൾ ലൗകികരും ജഡീകരുമായിട്ട് മാറും, നമ്മുടെ കുഞ്ഞുങ്ങൾ മലിനപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ താറുമാറാകും, നമ്മുടെ പല സമർപ്പിതരും അവിടെ സമർപ്പണം കെട്ടുപോകും, വൈദികരുടെ പൗരോഹിത്യ ശുശ്രൂഷകളിൽ ശുഷ്കാന്തി നശിച്ചു പോകും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രവാചക തീഷ്ണതയാൽ സഭാമക്കൾ നിറയുവാൻ നമ്മൾ ചങ്കുപൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. സുഭാഷിത പുസ്തകം 29:18 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? സുഭാഷിതങ്ങൾ 29:18 നമുക്ക് ഒരുമിച്ച് വചനം വായിക്കാം. പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. Where there is no vision, the people perish. ദർശനമില്ലാത്തിടത്ത്, പ്രൊഫറ്റിക് വിഷൻ, പ്രവാചക ദർശനമില്ലാത്തിടത്ത് ജനം നിയന്ത്രണം വെടിയുന്നു, ജനം സുബോധം വെടിയുന്നു, ജനം അവർ പോകേണ്ട വഴിയിലൂടെ അവർ പോകാതെ വരുന്നു.
അവർ നശിച്ചു പോകുന്നു, വഴിതെറ്റി പോകുന്നു, അവർ അന്ധരായി മാറുന്നു, അവർ ലൗകികരും ജഡീകരും ലോകമോഹങ്ങളിൽ പിടിക്കപ്പെട്ടവരായി തീരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പോൾ ആറമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ സഭാമക്കൾക്ക് നമ്മുടെ കണ്ണുകളിൽ പ്രവാചക ദർശനമുണ്ടാകണം, നമ്മുടെ അധരത്തിൽ പ്രവാചക വചനം വേണം, നമ്മുടെ ഹൃദയത്തിൽ തീ, പരിശുദ്ധാത്മാവിൻ്റെ തീ, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്തുണ്ടാകണം. ഈ തീയിൽ വേണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുവാൻ, സഭയെ പടുത്തുയർത്തുവാൻ, നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒന്നിച്ച് നിലകൊള്ളുവാൻ, നമ്മുടെ വിശ്വാസത്തിന് കാവൽക്കാരായി മാറുവാൻ. നമുക്കതിനു വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു കൺവെൻഷൻ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് നമ്മൾ ഇതിനോട് കമ്മിറ്റഡ് ആകുക, പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് വരിക. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. ഇടവക തലങ്ങളിൽ, നമ്മുടെ കുടുംബ തലങ്ങളിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ബോധവൽക്കരണം കൊടുത്ത് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താം, എങ്ങനെ നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്താം, എങ്ങനെ കർത്താവിൻ്റെ സഭയ്ക്ക് കാവൽക്കാരായി മാറാം. നമ്മൾ തന്നെ കർത്താവ് തരുന്ന ബോധ്യങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. വചനം കേട്ട് മാത്രം പോകുന്നവരായി മാറാതെ കർത്താവ് നൽകുന്ന നല്ല നല്ല ചിന്തകളോട്, ആലോചനകളോട് സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തിൽ, ഒരു ഫ്രഷ് അനോയിൻറ്റിങ്ങിൽ ചില തീരുമാനങ്ങളെടുത്ത് നമ്മൾ സ്റ്റെപ്പ് ചെയ്യണം. നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവരെല്ലായിടത്തും പോയി പ്രവർത്തിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് ഇന്നും ഈശോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6-7 ദിനങ്ങളിൽ നമുക്കറിയാം, ആദ്യ ദിനത്തിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനാണ്. അച്ഛനെ സ്നേഹത്തോടെ നമുക്ക് നന്ദി പറയാം. എന്തൊരു ധീരതയോടെയാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ച പ്രവാചക ദൗത്യം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ സഭാ മക്കൾക്കായി അച്ഛൻ വിനിയോഗിക്കുന്നത്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇനിയും ജനലക്ഷങ്ങൾക്ക് കൃപയായി മാറാൻ നമുക്ക് അച്ഛനെ പ്രത്യേകം ഓർക്കാം. 2-ാം ദിനത്തിൽ സിസ്റ്റർ ആൻസി പോൾ SH സമർപ്പിതരും അവഹേളിക്കപ്പെടുന്ന സമർപ്പിത സമൂഹങ്ങളും ആ വിഷയത്തെക്കുറിച്ചും അതുപോലെ സമർപ്പിതരുടെ ദൗത്യത്തെക്കുറിച്ചും സമർപ്പിത വിളിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ സിസ്റ്റർ വളരെ ആധികാരികമായി സംസാരിച്ചു. നമുക്ക് സിസ്റ്ററിനോർത്ത് നന്ദി പറയാം. 3-ാം ദിനത്തിൽ ജോർജ് തയ്യിൽ അദ്ദേഹം ക്രൈസ്തവരെ കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകളെക്കുറിച്ച്, അതുപോലെ നമ്മുടെ പഴയകാല ക്രൈസ്തവ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ചൊക്കെ വളരെ കൃത്യതയോടുകൂടി സംസാരിച്ചു. നമുക്ക് സഹോദരൻ ജോർജ് തയ്യിലിനോർത്തും ഈശോയ്ക്ക് നന്ദി പറയാം. 4-ാം ദിനത്തിൽ ജോയ്സ് മേരി ആൻ്റണിയാണ് യുവജനങ്ങൾ പ്രതിനിധിയായിട്ട് കർത്താവ് തന്ന സഹോദരിയാണ്. യുവാക്കൾ ക്രൈസ്തവ യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വ്യക്തിപരമായും സമുദായത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് സ്വന്തം അനുഭവത്തിലൂടെ ജോയ്സ് മേരി വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു. ആ സഹോദരിയോർത്ത് നന്ദി പറയാം. 5-ാം ദിനത്തിൽ അഭിമന്യ തോമസ് തറയിൽ പിതാവായിരുന്നു. സഭാ മക്കൾക്ക് സഭയോടുണ്ടായിരിക്കേണ്ട കൺസേൺ, കെയറിങ് വളരെ ആധികാരികമായി പിതാവ് പറഞ്ഞു. നമുക്ക് പിതാവിനെ ഓർത്ത് നന്ദി പറയാം. ഈ അവസാന ദിനത്തിൽ വീണ്ടും വട്ടായിലച്ചൻ ശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും വന്നു. അത് നമ്മോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. തുടർന്ന് റോയച്ചൻ നമുക്ക് വേണ്ടി ആരാധന നടത്തും. നമുക്ക് പ്രത്യേകമായി ഇവരെല്ലാം ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നിങ്ങൾ ഷെക്കേന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാധ്യമ ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സഭയ്ക്കും നമ്മുടെ സമുദായത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനൊക്കെ അനുഗ്രഹമായി മാറുവാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. അതുപോലെ ഈ മിസ്പ ടീമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിന് പുറകിൽ ഇതിൻ്റെ കോർഡിനേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ദൈവദാസന്മാരുണ്ട്. നമ്മൾ അവർക്ക് അവരെ ഓർക്കുക. കോട്ടയത്ത് നമ്മുടെ ക്രിസ്ത്യൻ സന്തോഷ് ചേട്ടൻ, അദ്ദേഹം എൻ്റെ ധ്യാനഗുരു കൂടിയാണ്. അദ്ദേഹം വലിയൊരു നല്ലൊരു ആത്മീയ ദർശനമുള്ളൊരു ദൈവത്തിൻ്റെ ദാസനാണ്, ശുശ്രൂഷകനാണ്. അതുപോലെ ഫിയാത്തിൻ്റെ സീറ്റ്ലി, ഇങ്ങനെ പലരും ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിസ്പ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. മിസ്പ 4 വേണ്ടി നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. അടുത്തൊരു വിഷയവുമായിട്ട് സഭയെ, സമുദായത്തെ ശക്തിപ്പെടുത്തുന്ന അഭിഷേക ശുശ്രൂഷകളുമായി തുടർന്നും ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ മിസ്പ 4 വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്.
മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും. അപ്പം മിസ്ഫ 4-ൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പ്രത്യേകമായി നിങ്ങളോട് താല്പര്യപ്പെടുകയാണ്. ഷെക്കേന ടെലിവിഷൻ ഒരുപാട് വ്യക്തികൾക്ക് ഇനിയും കാണാനായിട്ട് അതിൻ്റെ വിസിബിലിറ്റി കിട്ടാതെ പോകുന്നു. കേബിൾ ടി വിയിലും പിന്നെ ഉള്ളവരെ യൂട്യൂബിലൂടെയൊക്കെയാണ് ഈ ടെലിവിഷൻ കാണുന്നത്. DTH പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ഇതായിട്ടില്ല. സൺ TV, ടാറ്റ സ്കൈ, എയർടെല്, ഡിഷ് TV, വീഡിയോകോൺ, ഇങ്ങനെ DTH പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും ഷെക്കേന ടെലിവിഷൻ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് ചെയ്യണം. നിങ്ങൾ ആ DTH പ്രൊവൈഡേഴ്സിനോട് നിങ്ങളത് പറയണം. ഒപ്പം നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ ആ റീചാർജ് ചെയ്യുന്ന കടകളിലും ആരോടാണ് റീചാർജ് ചെയ്യുന്ന ആ വ്യക്തികളോട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ വേണം, ഈ ടെലിവിഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ നാളുകളിൽ ഞങ്ങൾക്കിത് ആവശ്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് കട്ട് ചെയ്യുന്നത് തന്നെ അവരോട് സ്നേഹത്തോടെ പറയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കോടികൾ മുടക്കാനില്ല. ഈ ഞെരുക്കത്തിൻ്റെയും പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവപരിപാലനോട് മാത്രമാണ് ഈ ടെലിവിഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. റീചാർജ് ചെയ്യുന്ന കടകളിലും അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന വ്യക്തികളോട് പറയണം, ഞങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ വേണം, ടാറ്റ സ്കൈയിൽ അത് വേണം, എയർടെല്ലിൽ ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് സൺ TV-യിൽ വേണം, വീഡിയോകോണിൽ വേണം, ഡിഷ് TV-യിൽ വേണമെന്ന് നമ്മൾ അങ്ങ് സ്നേഹത്തോട് ഒരുമിച്ച് ക്യാമ്പയിൻ നടത്തി അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ഷെക്കേന ടെലിവിഷനെ DTH പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ അത് അപേക്ഷിക്കുകയാണ്. നിങ്ങളതൊരു പ്രേക്ഷിത വേലയായി കണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. എല്ലാവർക്കും നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.